ഓസിക്ക് ഇപ്പോൾ 4th മന്ത് കഴിഞ്ഞു, 5th മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. ജൂലൈ മിഡാണ് ആസ് ഓഫ് നൗ ഓസിയുടെ ഡേറ്റ്. അതെ, ജൂലൈ. അപ്പോൾ ഇപ്പോൾ 5th മന്ത് സ്റ്റാർട്ടാവും. ഓസിയുടെ ബേബിക്ക് നെയിം ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ. കുറേ ആൺകുട്ടികളുടെ പേരും കുറേ പെൺകുട്ടികളുടെ പേരും ഹണ്ട് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കും. സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാറ്. ഹണ്ടിങ്ങിലാണ്. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും നല്ല നല്ല പേരിടുന്നത് അങ്ങ് ഒരു ഇതാക്കിയത് കൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ നല്ല പേരും നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന പല കുട്ടികൾക്കും ഉണ്ട്. പണ്ടൊക്കെ ഞാനിടുമ്പോൾ ആർക്കും അങ്ങനെ നമുക്ക് അറിഞ്ഞൂടാത്തത് നോക്കി, അത്ര കോമൺ അല്ലാത്ത നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏത് കിടിലം പേരെന്ന് തോന്നുന്നത് നമുക്ക് ആ പേരുള്ള 2-3 പേര് അറിയാൻ പറ്റും. അതുകൊണ്ട് ഐം സ്റ്റിൽ ഹണ്ടിങ്. അപ്പൊ നമ്മുടെ ദിയാകൃഷ്ണ ഗർഭിണിയാണ്. അപ്പൊ ദിയാകൃഷ്ണയുടെ കുഞ്ഞിന് പേരിടുന്നത് സിന്ധു കൃഷ്ണയാണെന്നാണ് നമുക്ക് ഇപ്പോ കിട്ടിയ വാർത്ത. അപ്പൊ ഇത് എന്ത് വാർത്തയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതല്ലേ നമുക്കും ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വന്നിരിക്കുന്നത്, അപ്പൊ നമ്മുടെ സിന്ധു കൃഷ്ണ പറഞ്ഞത് കേട്ടല്ല, സിന്ധു കൃഷ്ണ അപ്പൊ പേരുകൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു അതിനകത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വായിക്കൊള്ളാവുന്ന പേരിടുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ എൻ്റെ തന്നെ പേരെടുത്തു കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്നൊരു കഷ്ടപ്പാടാണ്. അതായത് ഒരാളോട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഈ ഒരു ബുദ്ധിമുട്ട് പലരും ഫേസ് ചെയ്യുന്നുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മളുടെ ഭൂരിഭാഗം പേർക്ക് നമ്മുടെ സ്വന്തം പേര് ഇഷ്ടപ്പെടാഞ്ഞിട്ട് നമ്മൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പേരിടുന്ന അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ ഇട്ടേക്കണം എന്നാണ്. അപ്പോൾ അത് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തന്നെ ഇട്ടേക്കുന്ന പേരാണ്. അപ്പം അതേപോലെ ഓരോരുത്തർക്കും അവനവൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല വിളിക്കാൻ പറ്റാത്തൊരു പേരുകൾ ഇടുന്നൊരു അങ്ങനത്തെ ഒരു പ്രവണതയുണ്ട് പല പാരൻസിനും. അപ്പം അങ്ങനെയുള്ള ദൈവം ചെയ്ത് അങ്ങനത്തെ പേരുകളൊന്നും ഇടരുതെന്നാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് പേര് വേണമെങ്കിലും കണ്ടുപിടിച്ചോ. ഇപ്പം ഈ ഹൻസിക, അതേപോലെ അഹാന, അതേപോലെ ഇപ്പം ദിയാകൃഷ്ണ, അതേപോലെ നമ്മുടെ ഈശാനി കൃഷ്ണ. അപ്പോൾ ഇങ്ങനത്തെ പേരൊക്കെ നല്ല പേരുകളാണ്. അതൊന്നും അത്യാവശ്യം കുഴപ്പമില്ല. ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പേരുകളാണ്. പക്ഷേ നമ്മൾ പല പേരുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നും പറഞ്ഞിട്ട് കോമൺ പേരുകളും അതത്രയ്ക്ക് രസമല്ല. ഇപ്പൊ ഈ വിഷ്ണു, അതേപോലെ രാഹുല്, അതേപോലെ അർജുൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമൺ പേരുകൾ എന്ന് പറഞ്ഞിട്ട് ഈ കോമൺ പേരുകൾ കൊള്ളൂല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കോമൺ പേരുകളിനേക്കാളും ഇത്തിരി വെറൈറ്റി പിടിക്കണമെന്ന് ഇപ്പൊ ആരായാലും ഏതൊരു പാരൻസ് ആണെങ്കിലും അവരുടെ മക്കൾക്ക് ഇത്തിരിയും കൂടെ വെറൈറ്റി പേരുകൾ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ മക്കളുടെ ഇത് കഴിഞ്ഞിട്ടുള്ള മക്കളിപ്പോൾ ഒരു ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും ക്ലാസ്സിനകത്ത് ആ പേര് പറയുമ്പോഴത്തേക്കും ഈ പിള്ളേരൊക്കെ ആ പേരും പറഞ്ഞ് മക്കളെ കളിയാക്കുന്ന ഒരവസ്ഥ വരരുത്. അങ്ങനത്തെ ഒരു അവസ്ഥയിനകത്തേക്ക് പോവാത്ത രീതിക്കുള്ള പേരുകൾ ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ ആ മക്കൾക്ക് അല്ലെങ്കിൽ ആ കൊച്ചിനായിരിക്കും അതിൻ്റെ ഒരു കോൺസിക്വൻസുകളും കാര്യങ്ങളൊക്കെ. ഇപ്പം ഇവർ പറയുന്നുണ്ട്, ഇവർ പല പേരുകളും നോക്കുന്നുണ്ട്. ആൺകുട്ടികൾക്ക് ഇടാൻ പറ്റിയ പല പേരുകൾ നോക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റിയ പല പേരുകൾ നോക്കുന്നുണ്ട്. നോക്കിക്കോ, നല്ല നല്ല പേരുകൾ നോക്കിയിട്ട് ഏതെങ്കിലും നല്ല പേര് തന്നെ ആ കൊച്ചിന് ഇട്ട് കൊടുക്കണം എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ദിയാകൃഷ്ണയുടെ കുട്ടി എന്ന് വരും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പം വരട്ടെ, നമുക്ക് കാണാം. അപ്പം എല്ലാവിധ ആശീർവാദങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോയുടെ കമൻറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ. പിള്ളേർക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.